ശ്രീ ആർഷോ, ഇവിടെ ഈ സംഭവത്തിൽ സാധാരണ നിലയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി സംഘടനകളുള്ള ക്യാമ്പസുകളിൽ ആന്റി റാഗിംഗ് സെല്ലുകളും മറ്റുമൊക്കെ ഉണ്ടാകും. യൂണിയനുകൾ ആന്റി റാഗിംഗ് ഫെസിലിറ്റി ഉള്ള യൂണിയനുകളാണ്. ഇവിടെ ഒരു സർക്കാർ കോളേജിൽ ഈ വിദ്യാർത്ഥി പ്രവർത്തനമൊക്കെ ഉള്ള കോളേജിൽ തന്നെ ഒരു റാഗിംഗ് ഇൻസിഡന്റ് കൂടി നടക്കുന്നു. അതിന്റെ വീഡിയോ പുറത്തു വരുന്നു. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം KGSNA നേതാവായിട്ടുള്ള നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ ഭാഗം കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇതിലെ പ്രധാന പ്രതി എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആവർത്തിച്ച് കേരളത്തിന് ചോദിക്കേണ്ടി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആ ദൃശ്യങ്ങളും അതിനെ തുടർന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ നാട്ടിലെ മനസാക്ഷിയുള്ള മനുഷ്യരെയാകെ പ്രയാസത്തിലാഴ്ത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമല്ല. ഏറ്റവും ക്രൂരമായിട്ടുള്ള ഇടപെടലാണ് ചില ആളുകളുടെ ഭാഗത്ത് നിന്ന്, ക്യാമ്പസിനകത്തുള്ള ചില വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ക്രൂരമായി റാഗിംഗ് എന്ന് പറയുന്ന അങ്ങേയറ്റം അരാജക പ്രവണതയെ ഏറ്റവും മോശമായ നിലയിൽ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ആളുകൾ വിദ്യാർത്ഥികളെന്ന് വിളിക്കപ്പെടാനായിട്ട് അർഹരായിട്ടുള്ള ആളുകളല്ല, കൊടും ക്രിമിനലുകളാണ്. ഏറ്റവും ഉചിതമായ ശിക്ഷ, ഏറ്റവും ഉചിതമായ നിയമ നടപടി ആ ക്രിമിനലുകൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ആ ശിക്ഷ അവർക്ക് ലഭിക്കുന്ന നിയമ നടപടി നിശ്ചയമായും മറ്റൊരാളും ഈ ക്രൂരകൃത്യം ഇവിടെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ആവർത്തിക്കാൻ തോന്നാത്ത നിലയിലേക്ക്, അതിന് തയ്യാറാകാത്ത, ധൈര്യപ്പെടാത്ത നിലയിലേക്കുള്ള നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനോട് ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥിക്ക്, വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നിയമസഹായവും ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി SFI ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ അഭിലാഷ് പറഞ്ഞതിനകത്ത് ഒരു വസ്തുത പിശകുണ്ട്. മേൽപ്പറഞ്ഞ ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ഉള്ള ക്യാമ്പസ് അല്ല. മേൽപ്പറഞ്ഞ നഴ്സിംഗ് കോളേജിനകത്ത് SFIക്കോ MSFനോ അല്ലെങ്കിൽ KSUവിനോ മറ്റിതര വിദ്യാർത്ഥി സംഘടനകൾക്കോ യൂണിറ്റ് ഉള്ള ഒരു ക്യാമ്പസ് അല്ല. അങ്ങനെ സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു ക്യാമ്പസ് അല്ല. പ്രത്യേകിച്ച് കേരളത്തിനകത്തുള്ള വലിയൊരു ശതമാനം ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള ക്യാമ്പസുകൾക്കകത്ത് രാഷ്ട്രീയ ഗ്യാങ്ങുകളുടെ സ്വാധീനമുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ലാത്ത നിലയുണ്ട്. അധ്യാപകർ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ നടക്കുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഈ ചർച്ചയിൽ നിശ്ചയമായും സൂചിപ്പിച്ച് പോകേണ്ടുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നതും ആത്മാർത്ഥമായും ഈ ചർച്ച മുന്നോട്ട് പോകണം എന്ന് കരുതുന്നതുമായത് ഇന്ന് കോട്ടയത്തുണ്ടായിട്ടുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള കോട്ടയം നഴ്സിംഗ് കോളേജിനകത്തുള്ള വിഷയമാണ്. റാഗിംഗ് എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊക്കെയുള്ള കൂട്ടുത്തരവാദിത്തമാണ്. നമുക്ക് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത്. ആ നിലയ്ക്ക് ഈ ചർച്ചയുൾപ്പെടെ ആ ക്രൂരതയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയും അവർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഇടപെടലിൻ്റെ വേദിയാക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്.